കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ഉസ്താദിനെ ഒരാൾ വന്നിട്ട് അടിക്കണത്. ആ ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് അയാൾ വന്നിട്ട് അടിക്കുന്നത്. എന്തിനാ അടിക്കണത്? അയാൾക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടീനെ ആ ഉസ്താദ് മദ്രസയിൽ നിന്ന് അടിച്ചതിൻ്റെ പേരിലാണ് ഉസ്താദുമാരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വന്നിട്ട് അയാൾ ആ ഉസ്താദിൻ്റെ തലക്കിട്ടടിക്കുകയാണ്. ഉസ്താദുമായിട്ട് ബന്ധമുള്ള ഒരാളിനോട് പറയാണ് ആ ഉസ്താദ് ഒരു നിഷ്കളങ്കനാണ്, ഇത്രക്കൊരു പാവ മനുഷ്യനാണ് ആ ഉസ്താദ്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഉസ്താദിന് അത്രക്കും അടി കിട്ടിയിട്ടും ആ തല താത്തി ഇങ്ങനെ നിൽക്കാന്നല്ലാതെ അടി കിട്ടുന്ന ആൾ തിരിച്ച് എതിർക്കേ ഒന്നും ചെയ്യണില്ല. ആ ഉസ്താദ് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ചെറുപ്പത്തിൽ മദ്രസ അടി കിട്ടി കഴിഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിരിപ്പോണ്ട് തന്നെയല്ലേ കിട്ടിയെന്നാണ് ഉമ്മാർ പറഞ്ഞത്. അതായത് നമ്മൾ എത്ര അടി കിട്ടി കാണിച്ചു കൊടുത്താലും നമ്മളെ പെരക്കാർക്ക് എന്താവും നമ്മളെ കയ്യിലിരിപ്പോണ്ടാന്നുള്ള ഒരു ഇത് കൺസെപ്റ്റ് നമ്മളെ വീട്ടിലേക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്നത് മാറി. ആ ഉസ്താദുമാരെ കൽബ് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അതെന്തായാലും നമ്മൾ ദുന്യാവെന്ന് അനുഭവിച്ചിട്ടേ മരിക്കല്ലോ, അത് ഉറപ്പാണ്. നിങ്ങളെ മക്കളെ അടിക്കണം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മദ്രസയിൽ നിന്ന് കൊണ്ടുപോയി ചേർത്തണ്ട. പിന്നെ അങ്ങനെ അടിക്കാത്ത ഉസ്താദുമാർ മദ്രസൊക്കെ ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ചേർത്തിയാൽ മതി. ഉസ്താദുമാരാകുമ്പോൾ അടിക്കലൊക്കെ സ്വാഭാവികമാണ്. കാരണം അടിക്കേണ്ട കാരണങ്ങൾ ഒരിടത്ത് ഉണ്ടാകുമ്പോൾ അത് അടിക്കാനേ വേണ്ടി വരും. അയാൾ ആ ഉസ്താദിനെ തല്ലിനെ കണ്ടിട്ട് ഇതേപോലെ കുട്ടികളെ തല്ലിയതിന് മദ്രസയിലേക്ക് തല്ലാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക. എല്ലാ ഉസ്താദുമാരും ഒരേമാതിരി കാണരുത്. കറാട്ടയിലും കുംഫുവിലൊക്കെ ബ്ലാക്ക് ബെൽറ്റുള്ള ഉസ്താദുമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉസ്താദുമാരെ ഉപദ്രവിച്ചതും തെറി വിളിച്ചതൊക്കെ ആയ ഒരുപാട് ആൾക്കാർ നമ്മളെ മുമ്പ് തന്നെ കിടന്ന് നരകിക്കണ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം എന്താ പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും ഉസ്താദുമാർക്കൊക്കെ ഓർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം.